കഴിഞ്ഞ ദിവസം മഞ്ഞൾ ശോഭയുടെ ഒരു പ്രതികരണം വന്നിരുന്നു. ശബരിമലയിൽ എന്തോ സ്ത്രീ പ്രവേശിച്ചതിൻ്റെ കോപം കോടിയേരി ബാലകൃഷ്ണന് അർബുദമായിട്ട് വന്നു. പിണറായി വിജയൻ ഇപ്പോഴുണ്ടായിരിക്കുന്ന അസുഖം അതെല്ലാം അയ്യപ്പ കോപത്തിന്റെ ഭാഗമാണെന്നാണ്. കേരളത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ സനാതന മൂല്യത്തെ വെല്ലുവിളിച്ചു. ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹം. എത്ര വേദനയാണ് അദ്ദേഹം ജീവിതത്തിൽ ഏറ്റുവാങ്ങിയത്. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആദ്യമായിട്ട് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി രാജ്യത്തൊരു മീറ്റിങ്ങിന് വന്ന് നടന്നു പോകുമ്പോൾ ആ മുഖ്യമന്ത്രിയെ ചൂണ്ടിയിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ചിരിക്കുകയാണ്. അവർ ഉള്ളിൽ ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് എങ്ങനെയുണ്ടായി? ശബരിമലയെ തകർക്കാൻ വേണ്ടി സ്വന്തം ആഭ്യന്തര വകുപ്പിനെ ഉപയോഗപ്പെടുത്തി, പോലീസ് അധികാരത്തെ ഉപയോഗപ്പെടുത്തി വിശ്വാസമില്ലാത്ത സ്ത്രീകളെ മലകയറ്റിച്ചതിന്റെ അതിന്റെ ബാക്കി പത്രമായിട്ട് പലരും അവിടെ അനുഭവിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. ഒരു വിശ്വാസിയായാൽ എത്ര വിവരക്കേടാണെന്ന് മഞ്ഞൾ ശോഭയുടെ ഈ വാചകത്തിൽ തന്നെ ഉണ്ട്. അതായത് ഒരു വ്യക്തിക്ക് അസുഖം വരുന്നത് ദൈവകോപം കൊണ്ടാണെന്നുള്ള ആ വെളിവില്ലായ്മയിൽ ജീവിക്കുന്നതാണ് വിശ്വാസ സമൂഹത്തിന്റെ പ്രതീകമായി നടക്കുന്ന മഞ്ഞൾ ശോഭമാർ ചെയ്യുന്നതും. ആ മഞ്ഞൾ ശോഭയുടെ ആ പ്രതികരണം കേട്ടിട്ട് മാധ്യമങ്ങളെല്ലാം ഇങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് പ്രവർത്തിക്കുന്ന പല മാപ്രകളുടെയും സയന്റിഫിക് ടെമ്പർ എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുകയാണ്. ഒരു വിവരക്കേട് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞാൽ അത് മഞ്ഞളിൻ്റെ തോലുരിക്കുന്ന ലാഘവത്തിൽ കളയാതെ അതിനെ എടുത്ത് പൊക്കിപ്പിടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് മഞ്ഞളിനോട് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളുണ്ട്. BJP നേതാവായിട്ടുള്ള സുഷമ സ്വരാജ്, അവർ കിഡ്നി തകരാറായി അത് മാറ്റിവെച്ചതിന് ശേഷമാണ് മരണപ്പെടുന്നത്. അത് ഏത് ദൈവത്തിൻ്റെ കോപമായിരിക്കും? അരുൺ ജെയ്റ്റ്ലി സമാനമാണ്. വൃക്ക സംബന്ധമായിട്ടുള്ള രോഗത്തെ തുടർന്നാണ് ജീവൻ നഷ്ടമായത്. അവർക്ക് അയ്യപ്പ കോപമോ ഇനി വേറെ ഏതെങ്കിലും കോപമോ? മുൻ ഗോവ മുഖ്യമന്ത്രിയായിട്ടുള്ള മനോഹർ പരീക്കർ അർബുദ രോഗബാധിതനായിരുന്നു. അമേരിക്കയിൽ പോയി ചികിത്സയിലായിരുന്നു. ഒടുവിൽ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കുമ്പോൾ അദ്ദേഹം മൂക്കിലൂടെ ട്യൂബിട്ടാണ് ആഹാരമിറക്കി പ്രവർത്തിച്ചിരുന്നത്. ഏത് ദൈവത്തിൻ്റെ കോപത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മനോഹർ പരീക്കർ എന്നുള്ള BJP നേതാവിന് ഈ അസുഖം വരാൻ കാര്യം? അർജുൻ മുണ്ടെ എങ്ങനെയാണ് മരണപ്പെട്ടത്? പറഞ്ഞു തരേണ്ടതില്ലല്ലോ. എന്തിനേറെ പറയുന്നു, വിശ്വഗുരുവിൻ്റെ വലം കൈയായിട്ടുള്ള VK സിംഗ് എങ്ങനെയാണ് അദ്ദേഹത്തിന് ജീവഹാനി ഉണ്ടായത്? ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ ദൈവകോപത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ പാഴ് ബുദ്ധിയൊന്നും ഒരിക്കലും തിരുത്താൻ പറ്റില്ല. അതിനെ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന മാധ്യമങ്ങളോട് പറയാനുള്ളത്, വിവരക്കേടുകളെ വിവരക്കേടുകളായിട്ടാണ് പരിഗണിക്കേണ്ടത്. അതൊരു തരം മഞ്ഞളിൻ്റെ തോലൊഴിക്കുന്ന ലാഘവത്തിൽ എടുത്ത് കളയുക. കോടിയേരി ബാലകൃഷ്ണനല്ല, ലോകത്തേത് മനുഷ്യനും അസുഖം വരുന്നത് അത് ശരീരത്തിനുള്ളിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും തകരാറുകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ആയിരിക്കാം. അതെല്ലാം ദൈവകോപമാണെന്ന് ചിന്തിക്കാൻ സ്കൂളിൽ പോയിട്ട് പോലും വെളിവ് വരാത്തവരാണ് BJP നേതാക്കന്മാരെന്നും പ്രത്യേകിച്ച് മഞ്ഞൾ ശോഭയെന്നും ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ തെളിയിക്കുകയാണ്. പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് ഇപ്പോൾ അസുഖം വന്നത് ദൈവകോപമാണെന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കിയത് ഏത് ദൈവകോപത്തിന്റെ ലിസ്റ്റിൽ വരും? കാര്യം കേരളത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ തുടർച്ചയായിട്ട് 2 തവണ മുഖ്യമന്ത്രിയായത് ഇതേ ശബരിമലയിൽ നിലപാടെടുത്ത വ്യക്തി തന്നെയാണ്. ആദ്യ ടേൺ കഴിഞ്ഞതിന് ശേഷം ശബരിമല വിഷയം എല്ലാം ഉയർന്നു നിന്നു. അതിന് തൊട്ടു പിന്നാലെ അതേ ദൈവകോപത്തോടുകൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് 2ാം പ്രാവശ്യവും പിണറായി വിജയന് വരാൻ കഴിഞ്ഞെങ്കിൽ അതിനേക്കാൾ വലിയ ദൈവ സുഹൃതമുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരികയാണ്. കാര്യം ദൈവത്തിന്റെ വലിയ ഭക്തയായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം ആളായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം വാരിക്കോരി കിട്ടുന്ന മഞ്ഞൾ ശോഭയ്ക്ക് ഇതുവരെ ഒരു MLA ആകാൻ പറ്റിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ പറ്റാത്ത മഞ്ഞൾ ശോഭയ്ക്ക് ദൈവകോപം കൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിന് അസുഖം വന്നത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് മനസുഖമുണ്ടാക്കാൻ അവകാശമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഈ വിവരക്കേടായിട്ടുള്ള മഞ്ഞളിനോട് പറയാനുള്ളത്, ഒന്ന് RCCയുടെ ഇടനാഴിയിലൂടെ ഒന്ന് സഞ്ചരിക്കണം. കാര്യം ദൈവങ്ങൾ കേൾക്കാത്ത കുറേയേറെ നിലവിളികൾ നിങ്ങൾക്ക് അവിടെ കേൾക്കാം. അതും ചെറു കുഞ്ഞുങ്ങൾ, 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് തുടങ്ങി വലിയ പ്രായമായവർ പോലും വേദന കൊണ്ട് വിളിക്കുമ്പോൾ ചെവി തുറക്കാത്ത കുറേ ദൈവങ്ങളും കണ്ണു തുറക്കാത്ത ദൈവങ്ങളെയും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തനത് ആശ്വാസം കിട്ടാൻ ഇതുപോലുള്ള വാചകങ്ങളോ അല്ലെങ്കിൽ ദൈവകോപം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അടിമകളായിട്ട് കൊണ്ട് നടക്കുന്ന വിശ്വാസികൾക്ക് ഒരു സാന്ത്വനം കൊടുക്കാൻ ഈ വാക്കുകൾ ഉപയോഗപ്പെടുമെങ്കിൽ ഉപയോഗപ്പെട്ടോട്ടെ. പിന്നെ മറ്റൊരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രോഗം ആർക്കും വരാം. നാളെ ഇതേ അസുഖം ശോഭാ സുരേന്ദ്രന് വരാതിരിക്കട്ടെ. ദൈവത്തിൻ്റെ സ്വന്തം ആളായിട്ടുള്ള BJPക്കാർക്ക് ആർക്ക് ഇതുവരെ അർബുദം ബാധിച്ചിട്ടില്ല എന്ന് സ്വയം ധരിക്കുന്നുണ്ടെങ്കിൽ അത്തരം അസുഖങ്ങൾ ഏതൊരു മനുഷ്യനും ഏത് സാഹചര്യത്തിലും വരാവുന്നതാണ്. അത് നാളെ
ശോഭാ സുരേന്ദ്രന് വന്നാൽ കട്ടിലിൽ കിടന്നിട്ട് ഇങ്ങനെ ഒരാൾക്ക് അസുഖം വന്നപ്പോൾ ദൈവകോപത്തെക്കുറിച്ച് പറഞ്ഞ് സമാധാനിച്ച നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് വന്നതെന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ എത്തും പിടിയും കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് വിടുവായത്തരം രോഗത്തിൻ്റെ കാര്യത്തിലൊക്കെ അടിക്കുമ്പോൾ അത് നാളുകളിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ഒരു വ്യക്തിക്കും തിട്ടപ്പെടുത്താൻ പറ്റില്ലെന്ന് ഒന്ന് മനസ്സിലാക്ക് മണ്ടരി പിടിച്ച മഞ്ഞളെ എന്ന് മാത്രമേ പറയാനുള്ളൂ.